ഈ അവാർഡിലൊന്നും ഒരു കാര്യമില്ല. പടം കാണാൻ ആളും വേണം, പടം ഹിറ്റ് ആകണം. കൊടുത്തില്ലെങ്കിൽ അത് നന്ദികേടാവും. ലാലും കമലും ഒക്കെ പങ്കെടുക്കാത്ത സമ്മേളനത്തിന് വന്ന ആളല്ലേ. പിന്നെ അവൻ മത്സരിച്ചത് മൂത്ത കമ്മിയോടായിരുന്നു. അതൊരു കിടിലൻ കമൻ്റാണ്. അതിദാരിദ്ര്യമുക്തിയും കോമഡി അവാർഡ് ദാനവും. എന്താ ഉദ്ദേശിച്ചത്? ഓ മറ്റേ പരിപാടി മമ്മൂട്ടിക്ക് കുറെ കിട്ടിയല്ലേ ന്യൂജൻ ആൾക്കാരെ പരിഗണിക്കണം. അത് മമ്മൂക്കക്ക് ലാലേട്ടന് അവാർഡ് കിട്ടുമ്പോൾ എപ്പോഴും പറയുന്ന സംഭവം തന്നെ. ഇനിയും തുടർന്നുള്ള വർഷങ്ങളിൽ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. പുള്ളി അവാർഡിന് വേണ്ടി അഭിനയിക്കുന്നതല്ല, ജീവിക്കുന്നത് കണ്ട് അവാർഡ് കൊടുക്കുന്നതാണ് പോലും. അവാർഡ് ദാനമല്ല ഇപ്പോൾ കോമഡി. അയ്യോ പണ്ട് കോമഡി അല്ലായിരുന്നല്ല, പണ്ട് തൊട്ടേ ഇതൊക്കെ കോമഡിയാടെ. പാർട്ടി ലീഡർ പാർട്ടി ചാനൽ ചെയർമാന് ഒരു അവാർഡ് കൊടുക്കുന്നു. മനസ്സിലായി. ആ മഹാനടൻ കേരളത്തിലെ അതിദാരിദ്ര്യത്തെ ഇല്ലാതാക്കിയത് കൊണ്ട് ഒരു അവാർഡ് കൊടുക്കുന്നു. പിന്നെന്താണ്, യു ആർ ഗ്രേറ്റ് ആക്ടർ ബട്ട് ദി അവാർഡ് ഈസ് ജസ്റ്റ് ആൻ അഡ്ജസ്റ്റ്മെൻറ്റ്. ഇത് ആസിഫിക്കയുടെ ഒരു പോസ്റ്റിൻ്റെ അടിയിൽ വന്നേക്കുന്ന കമൻറ്റുകളാണ് കേട്ടോ. യു ആർ സച്ച് എ ഗ്രേറ്റ് ആക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് ആസിഫിക്കേനാണ്. ഈ അവാർഡൊക്കെ വെറും അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന്. ആസിഫിക്കേനെ ആശ്വസിപ്പിക്കുകയാണ് എല്ലാവരും കൂടി വന്നു. അപ്പോൾ ഈ കമൻറ്റുകളെ കണ്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എനിക്ക് നല്ല അട്ടർ ചിരിയാണ് തോന്നുന്നത്. അതെന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ഹലോ സിനിഫാൽസ്, വെൽക്കം ടു ടച്ച് മൈ ലൈഫ്. നിനക്കൊക്കെ കുരുപൊട്ടിയിരിക്കുകയാണെന്ന് എനിക്കറിയാം. എങ്കിലും ഒരു കാര്യം ചോദിച്ചോട്ടെ. 2024 റിലീസായ സിനിമകളിലെ പെർഫോമൻസ് അടിസ്ഥാനത്തിലാണ് കൊടുമൺ പോട്ടി എന്ന് പറയുന്ന ക്യാരക്ടർ ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമയിലൂടെ ചെയ്ത മെഗാസ്റ്റാർ മമ്മൂക്കയുടെ കയ്യിലേക്ക് സ്റ്റേറ്റ് അവാർഡ് പോയി ചേർന്നത്. ഈ അവാർഡുകളൊക്കെ നമുക്കറിയാം പലപ്പോഴും അൾട്രാ പ്രോമാക്സ് കോമഡികളാകാറുണ്ട്. സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും. ഇതിനു മുമ്പ് നമ്മൾ DQനും നെയ്മ്പോളിക്കൊക്കെ അവാർഡ് കൊടുത്തപ്പോഴും ഒരുപാട് വിമർശനങ്ങൾ കേട്ടതാണ്. പക്ഷേ അതുപോലെയാണോ ഇപ്പോഴത്തെ വിമർശനം അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യം? ഈ വിമർശനങ്ങളെല്ലാം മമ്മൂക്കയുടെ നേർക്ക് വന്നുകൊണ്ടിരിക്കുന്നത് മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മമ്മൂക്ക എന്ന് പറയുന്ന വ്യക്തി ഡാഷ് മതവിഭാഗത്തിൽപ്പെടുന്ന ആളാണ്. ഡാഷ് രാഷ്ട്രീയ പാർട്ടിയിൽ ഡാഷ് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് പുള്ളിയുടെ കയ്യിലേക്ക് സ്റ്റേറ്റ് അവാർഡ് കൊടുത്തത് എന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. അവരുടെയൊക്കെ കണ്ണിന് എന്തോ പ്രശ്നമുണ്ട്. കാര്യം കൊടുമൺ പോറ്റി എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ മുകളിൽ വയ്ക്കാവുന്ന എന്ത് പെർഫോമൻസാണ് കഴിഞ്ഞ വർഷം നിങ്ങൾ കണ്ടേക്കുന്നത്? നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ആസിഫിക്കനെയും വിജയരാഘവനെയൊക്കെ ആയിരിക്കും. എങ്കിലും പിന്നെ നമ്മുടെ ടോബിനോ അജയൻ്റെ 2ാം മോഷണം. കാര്യം ഇതൊക്കെ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇതിനു മുമ്പ് ഞാനും ചെയ്തായിരുന്നു. എനിക്കും ചെറിയൊരു അഭിപ്രായം അങ്ങനെ ഉണ്ടായിരുന്നു. ആ അഭിപ്രായം എന്ന് പറയുന്നത് ആസിഫിക്ക ഡിസേർവിങ് ആയിരുന്നു. ഡിസേർവിങ് എന്ന് പറഞ്ഞാൽ കൊടുമൺ പോറ്റിയുടെ മുകളിൽ ആസിഫിക്ക ചെയ്തിട്ടുണ്ടെന്നല്ല. ആസിഫിക്കയുടെ 4 സിനിമകളിൽ 4 ഡിഫറൻറ്റ് ഷെയ്ഡിലുള്ള ക്യാരക്ടേഴ്സ് കിടുവായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. കിഷ്കിന്ത കാണ്ഡം, തലവൻ, ലെവൽ ക്രോസ്, അഡിഗോസ് അമിഗോസ്. ഇതിലൊക്കെ പെർഫോമൻസ് കണ്ട് ഞാനും ശരിക്കും പറഞ്ഞാൽ ഞെട്ടിയിട്ടുണ്ട്. അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ പുള്ളി പോറ്റിക്ക് മുകളിൽ ചെയ്തിട്ടില്ല, എങ്കിലും പെർഫോമൻസ് വൈസ് കിടുവായിരുന്നു. 2009 സിനിമയിലേക്ക് വന്ന വ്യക്തിയാണ് ആസിഫ് അലി. 2009 മുതൽ ഇന്ന് വരെ ഏകദേശം 16 വർഷങ്ങൾ, 90ന് മുകളിൽ സിനിമകൾ. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് അർഹിച്ചൊരു അംഗീകാരം, കേരളത്തിലെ ഏറ്റവും വലിയ അവാർഡായിട്ടുള്ള സ്റ്റേറ്റ് അവാർഡ് പുള്ളിയുടെ കയ്യിലേക്ക് പോയി ചേരേണ്ടതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനു മുമ്പും പുള്ളി ഡിസർവിങ് ആയിരുന്നു, ഇപ്പോഴും ഡിസർവിങ് ആണ് എന്ന് വെച്ച് കൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല. ഇപ്പുറത്ത് നിൽക്കുന്ന മമ്മൂക്കയുടെ മുകളിൽ പുള്ളി ചെയ്തിട്ടില്ല. പക്ഷേ പറഞ്ഞു വന്നത്, ആസിഫിക്ക് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് സന്തോഷമായിരുന്നല്ലേ. പക്ഷേ മമ്മൂക്ക ആസിഫ് അലി കൊണ്ട് ഷെയർ ചെയ്യണമായിരുന്നു. ഞാൻ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലേ? അല്ലേ? മനസ്സിലാക്കണം. ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് ആസിഫ് അലി മമ്മൂക്കയും കൂടി ഈ അവാർഡ് ഷെയർ ചെയ്താൽ എനിക്ക് സന്തോഷമായിരുന്നു. ആസിഫ് അലിക്ക് കൊടുത്താലും എനിക്ക് സന്തോഷമായിരുന്നു. പക്ഷേ മമ്മൂക്കയുടെ മുകളിൽ ആസിഫ് അലി ചെയ്യാത്തതുകൊണ്ട് ആസിഫ് അലിക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് മമ്മൂക്കയുടെ കയ്യിലേക്ക് പോയി. ഇതാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത്. ഇപ്പോൾ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവില്ല. ഇതാടെ സംഭവിച്ചേക്കുന്നത്. ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കി. ഇത് മനസ്സിലാക്കാതെ വെറുതെ കിടന്ന് എന്തിനാ വിമർശിക്കുന്നത്? ഒരു പൊളിറ്റിക്സിൻ്റെയും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു മതത്തിൻ്റെയും ഇടപെടൽ കൊണ്ടല്ല മമ്മൂക്കയുടെ കയ്യിലേക്ക് സ്റ്റേറ്റ് അവാർഡ് പോയി ചേർന്നത്. 2024 സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിന് വട്ടം വയ്ക്കാൻ പറ്റുന്ന, മമ്മൂക്കയ്ക്ക് വട്ടം വയ്ക്കാൻ പറ്റുന്ന ഒരു പെർഫോമൻസും 2024 ഉണ്ടായിട്ടില്ല. ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും 100% അത് മനസ്സിലാവും. അത് മനസ്സിലായിട്ട് തന്നെയാണ് ചിലവന്മാർ ഇതിൻ്റെ ഇടയിൽ കൂടി കിടന്ന് ഒരു ക്രിമികടി കാണിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒരു വിവാദം ഉണ്ടാക്കല്ല ഇങ്ങനെ പറഞ്ഞ് അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ രാഷ്ട്രീയവും മതവും തലക്ക് പിടിച്ചവന്മാർ തന്നെയാണ് മമ്മൂക്കയ്ക്കെതിരെ വിമർശനം കൊണ്ടുവരുന്നത്. സോ അല്ലാതെ രാഷ്ട്രീയവും മതവും കാരണമല്ല പുള്ളിക്ക് അവാർഡ് കിട്ടിയേക്കുന്നത്, മനസ്സിലാക്കുക. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഈ ക്രിമികടി പിടിച്ചവന്മാരൊന്നും ഓർക്കുക, അടുത്ത വർഷം ഈ സ്റ്റേറ്റ് അവാർഡിൻ്റെ ഫൈനൽ ഒരു റൗണ്ട് വരുമല്ല, ആ റൗണ്ട് വരാൻ നേരത്ത് അതിലും മത്സരിക്കാൻ മമ്മൂക്ക ഉണ്ടാകും. അതിൽ നിനക്കൊന്നും ഒരു സംശയവും വേണ്ട. പുള്ളി ഫൈനൽ റൗണ്ടിൽ എത്തുകയും ചെയ്യും, മത്സരിക്കുകയും ചെയ്യും. ദി കളങ്കാവൽ ഈസ് റിലീസിങ് നെക്സ്റ്റ് മന്ത്, ഡിസംബർ 2025. പൊളിക്കും, ഒരു സംശയവും വേണ്ട. അതിൻ്റെ ട്രെയിലറെ കാണുമ്പോൾ മനസ്സിലാവും. അതിൻ്റെ ആ ഒരു കൺസെപ്റ്റ് ഇപ്പോഴേ റിവീൽഡാണ്. അതുകൊണ്ട് തന്നെ മമ്മൂക്കയുടെ പെർഫോമൻസ് ഏത് ലെവലാവും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. സോ വെയിറ്റിംഗ്. മമ്മൂക്ക യുഗം തുടരും.
തുടർന്നിരിക്കും. ഈ വീഡിയോ നിങ്ങൾ കണ്ടു, ഫുള്ളായിട്ട് കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. രണ്ടാണെങ്കിലും കമൻറ്റും ചെയ്യുക, ചാനൽ ചെറുതായിട്ടൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഈ ഒരു അഭിപ്രായത്തോടുള്ള നിങ്ങളുടെ സംഭവം അത് കമൻറ്റിൽ എന്തായാലും നിങ്ങൾ ഉൾപ്പെടുത്തണം. എനിക്കും കൂടി നോക്കാനാണ് എത്ര പേരാണ് മറ്റേ അഭിപ്രായം ഞാൻ ആദ്യം കാണിച്ച കമൻറ്റുകളിൽ പറയുന്ന പോലെ പറഞ്ഞേക്കുന്നതെന്നും ഡിഫറൻ്റായിട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയേക്കുന്ന എത്ര പേരുണ്ടെന്നും. വെറുതെ നമ്മുടെ സ്റ്റേറ്റ് അവാർഡ് ഈ വർഷത്തെ കോമഡിയാക്കാൻ നോക്കരുത്. അത്യാവശ്യം ഡിസർവിങ് ആയിട്ടുള്ള കൈകളിലേക്കാണ് ഒട്ടുമിക്ക അവാർഡുകളും പോയി ചേർന്നേക്കുന്നത്. ചില അവാർഡുകളൊക്കെ ഡിസർവിങ് അല്ല നമുക്ക് തോന്നും, അങ്ങനെയുള്ള കൈകളിലും പോയി ചേരും. അത് എല്ലാ അവാർഡിലും സംഭവിക്കുന്നതാണ്, തികച്ചും യാന്ത്രികമായി സംഭവിക്കുന്നതാണ്. എന്ത് കാരണത്തിന് പുറത്ത് ആയിക്കോട്ടെ, അറിയാമെങ്കിൽ നിങ്ങൾ അതും കമൻ്റ് ഇട്. പക്ഷേ മമ്മൂക്കയുടെ കാര്യത്തിൽ ഒരു കളി നടന്നിട്ടില്ല. ബ്രഹ്മയുഗത്തിന് മേലെ ഒന്നുമില്ല. പോറ്റി ഈസ് ഓൺ ടോപ്പ്. അപ്പോൾ ബൈ ബൈ.